ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരുന്നില്ല. അതെന്താ അമ്മയ്ക്ക് പ്രശ്നം? അമ്മയോട് ആരെങ്കിലും വരണ്ടെന്ന് പറഞ്ഞോ? ഗിരിജെ, നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത്. ദുർഗേന്റെ കൊച്ചുമോളാ, അവൾ കൈത്തുള്ളെടുത്ത് ഞാനും വരുന്നില്ല. എന്തായിരുന്നു ഏട്ടന്റെ പെർഫോമൻസ്? ആ നീ അത്ര മോശമല്ല, അടിപൊളി. നീ ഇറങ്ങിയോ? ആ രാവിലെ പോയി അധികം ലേറ്റ് ആവും, തിരിച്ചു വരാലോ. രാത്രി ആവാൻ നിക്കണ്ട, വേഗം വരണം. ശരി അമ്മേ. ചെല്. എന്നാ ഇറങ്ങാ. അപ്പൊ എല്ലാരോടും അടിച്ചു വിളിച്ചു വാ. നീ എപ്പോഴാ പോകുന്നേ? ഞാനിപ്പോ തന്നെ പോകും. നീ ഇതെങ്ങോട്ടാ? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? നീ എങ്ങോട്ടാണോ പോകാൻ ഒരുങ്ങിയത്? അങ്ങോട്ട് തന്നെ. അഷിയുടെ വീട്ടിലേക്കോ? അങ്ങോട്ട് ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ വസുമതി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ദുർഗ വരുന്നോണ്ട് നിനക്കെന്താ നഷ്ടം? നഷ്ടം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. ഈ നാശത്തിന് അങ്ങോട്ട് കൊണ്ടുപോയാ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കല്യാണത്തിന്റെ അന്ന് നടന്നത് ദേവേട്ട മറന്നോ? ദുർഗയെ മാറ്റി നിർത്തിയതുകൊണ്ട് ഈ കല്യാണം നടന്നത് തന്നെ. അതാ അമ്മാവനും അമ്മായും കാരണല്ലേ. അവരിപ്പോ തിരിച്ചു പോയി കാണില്ലേ? അതെ, പൂർണിമക്കും മറ്റുള്ളവർക്കും ദുർഗയോടോ ജയശ്രീയോടോ ഒരു പണക്കവും ഇല്ല. എന്ന അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? പൃഥ്വിയുടെ അമ്മയ്ക്ക് ഇവളെ ഇഷ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ആർക്കും പ്രശ്നമില്ലെങ്കിലും ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരുന്നില്ല. അതെന്താ അമ്മയ്ക്ക് പ്രശ്നം? അമ്മയോട് ആരെങ്കിലും വരണ്ടെന്ന് പറഞ്ഞോ? ഗിരിജെ, നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത്. ദുർഗേന്റെ കൊച്ചുമോളാ, അവൾ കൈത്തുള്ളെടുത്ത് ഞാനും വരുന്നില്ല. അത് കറക്റ്റ്. കളിക്ക് മുത്തശ്ശി, അതാണ് കറക്റ്റ്. വേണ്ട മുത്തശ്ശി, ഇങ്ങനെ വാശി പിടിക്കണ്ട. മുത്തശ്ശി പോണം. മുത്തശ്ശി ചെന്നില്ലെങ്കിൽ അവിടെ എല്ലാരും തിരക്കും. അത് അശ്വതയ്ക്ക് നാണക്കേടാവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇവളുമാരുടെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അമ്മ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലുമ്പുണ്ടാക്കാൻ നോക്കല്ലേ. അല്ലെങ്കിലും എന്റെ മോളുടെ കാര്യം വരുമ്പോ അമ്മയ്ക്ക് ഈ പരിപാടി സ്ഥിരമുള്ളതല്ലേ. ആരാടി പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനാണോ? നിങ്ങളല്ലേ ദുർഗയെ മാറ്റി നിർത്തി അഹങ്കാരം കാണിക്കുന്നത്? നിന്റെ വായിൽ നാവില്ലേ ദേവാ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ദുർഗ നിന്റെ മോളാ, അത് നീ മറക്കരുത്. ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞാൽ ഇവരാരെങ്കിലും അനുസരിക്കോ? ഇല്ലല്ലോ. സമയമാകും, ഇറങ്ങാൻ നോക്കൂ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഓ മുത്തശ്ശി വെറുതെ വാശി പിടിക്കരുത്. എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് മുത്തശ്ശി ഇതൊക്കെ പറയുന്നതെങ്കിൽ ഇവരുടെ കൂടെ പോണം. പ്ലീസ് മുത്തശ്ശി ചെല്ല്. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാണിക്കുന്നൊന്നും നല്ലതല്ല. സാക്ഷാൽ ഭഗവാൻ പോലും സഹിക്കില്ല. അത് ഞങ്ങളങ്ങ് സഹിച്ചു. ഗിരിജ, വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. എന്നാ വാ, മാറിയൊക്കെ അങ്ങോട്ട്. പോയിട്ട് വരാം മോളെ. ശരി മുത്തശ്ശി. ആ ശരി. ശരി മോളെ. പോയിട്ട് വച്ചാ. ഞാൻ എന്നാ വിട്ടിട്ട് വരാം. പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തേക്ക് എത്തും ഞാൻ. അപ്പോഴേക്ക് ആ ഫയൽസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കണേ. ആ ഓക്കെ. പൃഥ്വി ഒന്നിങ്ങി വന്നേ. അടുത്തത് നീ ഇതെങ്ങോട്ടാ പൃഥ്വി? അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, ഒരാളെ കാണാനുണ്ട്. ഇപ്പോഴോ? നീ എന്താ പൃഥ്വി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇന്ന് അശ്വതയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്ന നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഒരു എമർജൻസിയാണ്. പോയിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നോളാം. അതൊന്നും വേണ്ട, തൽക്കാലം നീ ഇപ്പൊ പോണ്ട. അവര് വന്ന് തിരിച്ചു പോയിട്ട് നിനക്ക് എവിടെ വേണേലും പോവാലോ. അതെങ്ങനെയാ ചേച്ചി? ഇപ്പൊ പോകേണ്ട കാര്യത്തിന് ഇപ്പൊ തന്നെ പോകണ്ടേ? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ നീ പോയാ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആവും. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് അവര് വീട്ടിലേക്ക് വരുന്നേ. അപ്പൊ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. നിനക്കെന്താ പൂർണിമേ?
നിന്റെ ഇഷ്ടത്തിന് അവൻ കല്യാണം കഴിച്ചില്ലേ? ഇനിയെങ്കിലും അവന് സമാധാനം കൊടുത്തൂടെ? എനിക്ക് എമർജൻസി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം. പോണ്ടെന്നാ ചേച്ചി പറയണേ. നീ എന്തിനാ പോണ്ടാന്ന് പറഞ്ഞത് പൂർണ്ണിമേ? അതെന്താ ചെറിയമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഇന്ന് അഷിതയുടെ വീട്ടിൽ നിന്ന് എല്ലാരും ഇങ്ങോട്ട് വരുന്നതല്ലേ? അപ്പൊ ഇവൻ ഇവിടെ ഉണ്ടാവണ്ടേ? ഇവനെ കാണാനല്ലേ അവരിങ്ങോട്ട് വരുന്നേ? ഞാൻ വേഗം തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ ചേച്ചി. പിന്നെന്താ പ്രശ്നം? പിന്നെ വരുന്നത് പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ, ആൾക്കാരിവിടെ കാത്തു കെട്ടി കിടക്കാൻ. ഇങ്ങനെയാണോ ചെറിയമ്മ പറയേണ്ടത്? ഇവൻ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്? എനിക്ക് എന്റെ മോനോട് വല്ലതും പറയാൻ നീ സമ്മതിക്കാറുണ്ടോ? നീയല്ലേ എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്നേ? ഈ കാര്യത്തില് ഇത്രയ്ക്ക് സംസാരിക്കാൻ എന്താ ഉള്ളത്? അത്യാവശ്യമാണെങ്കിൽ പൃഥ്വി പോയിട്ട് അവര് വരുന്നതിന് മുമ്പ് തിരിച്ചു വന്നാ പോരെ? അത് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി. നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ അതിന് സമ്മതിക്കാത്തത്. നീ ഉടനെ വരാന്ന് പറഞ്ഞു പോയാലേ നാളെ തിരിച്ചു വരുന്ന ആളാ. ഇനി അതൊന്നും നടക്കില്ല പൃഥ്വി. നീ ഇപ്പൊ തനിച്ചല്ല, നിന്റെ ഒപ്പം ഒരു പെൺകുട്ടി കൂടിയുണ്ട്. എന്ത് ചെയ്യുമ്പോഴും അവളെ കുറിച്ചുകൂടി നീ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് വലിയ കഷ്ടമായല്ലോ. ഇവന് വിവാഹപ്രായമെന്ന് പറഞ്ഞല്ലേ നീ ഇപ്പൊ ഇവന്റെ വിവാഹം നടത്തിയത്? ഇനിയെങ്കിലും ഇവൻ അല്പം സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? ആർക്കും ഇവിടെ ഒരു സ്വാതന്ത്ര്യക്കുറവുമില്ല. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്തേ മതിയാവും. ആഹാ, പൃഥ്വി ദൂരെ പോയില്ലേ? അല്ല, എമർജൻസി ആയിട്ട് ആരോ കാണണോന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? അഷിതയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നോണ്ട് പൂർണ്ണിമ പൃഥ്വിയോട് പോണ്ടാന്ന് പറഞ്ഞു. അതിനെന്താ, പൃഥ്വിയുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ? പൃഥ്വി പോയിട്ട് വരട്ടെ. അത് വേണ്ട ഷിതേ. അച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ട് വരുമ്പോ പൃഥ്വി ഉണ്ടാവേണ്ടതല്ലേ? അതൊന്നും സാരമില്ല. പിന്നെ പൃഥ്വിയുടെ തിരക്കൊക്കെ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അവര് ഈ കല്യാണം നടത്തിയത്. അഷിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എനിക്ക് പോവാലോ അല്ലേ? നിന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ അഷിതമോൾ അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിലാക്കി പെരുമാറേണ്ടത് നീയല്ലേ പൃഥ്വി? ഇത് വലിയ കഷ്ടമായല്ലോ. അഷിതയുടെ വീട്ടുകാരെ ഓർത്തിട്ടൊന്നുമല്ല, മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് നീ ഇത് പറയുന്നത്. എന്റെ വീട്ടുകാരെ ചേച്ചിയേക്കാൾ നന്നായിട്ട് എനിക്കറിയാവുന്നതല്ലേ. അവർക്ക് എന്തൊക്കെ വിഷമാവുമെന്നും എനിക്കറിയാം. കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് പൃഥ്വിയുടെ കാര്യങ്ങളൊന്നും തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചേച്ചിയോട് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നതല്ലേ. പൃഥ്വി പോയിക്കോട്ടെ, എന്റെ പേരും പറഞ്ഞ് ചേച്ചി തടയാൻ നിൽക്കണ്ട. ഇനി അഥവാ പൃഥ്വി പുറത്തു പോകുന്നതിനോട് ചേച്ചിക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിനെന്റെ പേര് പറയരുത്. ഇനി എനിക്ക് പോവാലോ അല്ലേ? വെക്കോ. ഞാൻ പൃഥ്വി യാത്ര അയച്ചിട്ട് വരാം.